നമസ്കാരം. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഗ്രഹങ്ങൾ ഒരു നിശ്ചിത സമയം കഴിയുന്നതായ സാഹചര്യത്തിൽ നക്ഷത്രമാറ്റം, രാശിമാറ്റം നടത്താറുണ്ട്. കൂടാതെ മുന്നിലോട്ടും പുറകിലോട്ടും സഞ്ചരിക്കുന്നതുമാണ്. ഇത് സർവ്വസാധാരണവുമാണ്. എന്നാൽ ഈ മാറ്റങ്ങൾ പലപ്പോഴും അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും നൽകുന്നതുമാണ്. പ്രത്യേകിച്ചും ശുക്രനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതായ മാറ്റങ്ങൾ സൗഭാഗ്യങ്ങളായി പല രാശിക്കാർക്കും മാറുന്നതുമാണ്. വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ചില കാര്യങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. സമ്പൽ സമൃദ്ധിയുടെ ഗ്രഹമായി ഏവരും പരാമർശിക്കുന്ന ശുക്രൻ ഏപ്രിൽ 13 മീനം രാശിയിൽ നേരിട്ട് സഞ്ചരിക്കാൻ പോവുകയാണ്. ഇത് ചില രാശിക്കാർക്ക്, 3 രാശിക്കാർക്ക് പ്രത്യേകിച്ചും വളരെയധികം സൗഭാഗ്യങ്ങൾക്ക് കാരണമായി തീരും. പല വിധത്തിലും നേട്ടങ്ങൾ അവരെ തേടിയെത്താം. ഇവർ സ്വപ്നം പോലും കാണുവാൻ സാധിക്കാത്തതായ ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നു എന്ന് വരാം. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരാകുന്നു. മകരം രാശിക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശുക്രൻ നേരിട്ട് മീനത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അസുലഭമായ അവസരമാണ്. കാരണം അനവധിയാർന്ന ഫലങ്ങളാണ്, അനുകൂലമായ ഫലങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. ഇവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് പല വിധത്തിലുമായിരിക്കും. ശുക്രൻ മീനത്തിൽ പ്രവേശിക്കുമ്പോൾ മകരം രാശിക്കാരുടെ 9ാം ഭാവത്തിലാണ് സ്ഥാനം ഉറപ്പിക്കുക. ശുക്രൻ 9ാം ഭാവത്തിൽ നിൽക്കുന്നത് ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ അത്രമേൽ സൗഭാഗ്യം അല്ലെങ്കിൽ ശുഭകരമായ ഫലങ്ങളാണ് നൽകുക. 9ാം ഭാവം ഭാഗ്യം, ധർമ്മം, ഉന്നത വിദ്യാഭ്യാസം, ദീർഘദൂര യാത്രകൾ, ആത്മീയത, ഗുരുക്കന്മാർ, പിതാവ് എന്നിവയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്നതുമാണ്. അതിനാൽ 9ാം ഭാവത്തിൽ അനുകൂലമായി വരുമ്പോൾ വളരെയധികം നേട്ടങ്ങൾ ആ വ്യക്തികൾക്ക് വന്നു ചേരും. ഒരു രാശിയിൽ ശുക്രൻ 9ാം ഭാവത്തിലാണ് എങ്കിൽ ആ വ്യക്തിക്ക് ഭാഗ്യം തുണയ്ക്കും എന്നാണ് പറയുക. കൂടാതെ പല കാര്യങ്ങളിലും നിങ്ങൾ വിചാരിക്കുന്നതായ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കാതെ വിഷമിക്കുന്നവരാണ് എങ്കിൽ കാര്യങ്ങൾ മാറിമറിയും. വിജയങ്ങൾ ഇവർക്ക് കൈവരിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളും ആഗ്രഹിക്കും എങ്കിൽ പോലും നടത്തിയെടുക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്രതീക്ഷിതമായി ധനലാഭത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരും. നർമ്മബോധവും ഇവരിൽ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സൽപ്രവർത്തികൾ ചെയ്യുവാൻ ഇവർക്ക് കൂടുതലായും തോന്നുന്നതാണ്. മറ്റുള്ളവരെ പോലും നിങ്ങൾ പ്രേരിപ്പിക്കും സൽപ്രവർത്തികൾ ചെയ്യുവാൻ എന്നതാണ് വാസ്തവം. ആത്മീയ വിഷയങ്ങളിൽ പതിവിനും വിപരീതമായി കൂടുതലായും താല്പര്യം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതുമാണ്. കൂടാതെ പല മേഖലകളിൽ വിജയം നേടുവാൻ സാധിക്കും. അതിൽ പ്രത്യേകിച്ചും സാഹിത്യം, കല എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ വിജയ സാധ്യത, നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് കടന്നു വരിക. ദൂരയാത്രകൾ ചെയ്യുവാനും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും. പുതിയ അറിവ്, അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഗുരുക്കന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. നല്ല വ്യക്തിത്വം നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവർക്ക് ആകർഷണം തോന്നുന്നതായ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പോലും നിങ്ങളോട് ആകർഷണം തോന്നുന്ന സമയമാണ്. അത് തൊഴിൽപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം, നിങ്ങളുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്.
ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും വന്ന് ചേരുന്നതായ സമയമാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മിഥുനം രാശിയുടെ 10ാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യാനായി പോകുന്നത്. തന്മൂലം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കർമ്മഭാവം എന്നാണ് 10ാം ഭാവത്തെ അറിയപ്പെടുന്നത് പോലും. അതിനാൽ തന്നെ വളരെയധികം നേട്ടങ്ങൾ അഥവാ അനവധിയാർന്ന നേട്ടങ്ങൾ കടന്നു വരും. 10ാം ഭാവം പ്രധാനമായും തൊഴിൽ, സാമൂഹിക സ്ഥാനം, അധികാരം, പ്രശസ്തി, ജീവിത ലക്ഷ്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്നതുമാണ്. കൂടാതെ ശുക്രൻ സൗന്ദര്യം, കല, പ്രണയം, ആഡംബരം, സന്തോഷം എന്നിവയുടെ കാരകൻ ആയതിനാൽ തന്നെ 10ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ നേട്ടങ്ങൾക്ക്, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തതായ നേട്ടങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും. ശുക്രൻ 10ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ തൊഴിൽ മേഖലകളിൽ മികച്ചതായ വിജയങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏതൊരു പ്രവൃത്തികളിലും താല്പര്യം വർദ്ധിക്കുന്നതാണ്. ഉയർന്ന സ്ഥാനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. അത് തൊഴിൽപരമോ ബിസിനസ് പരമോ രാഷ്ട്രീയപരവും ആകാവുന്നതുമാണ്. കല, സംഗീതം, അഭിനയം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, നേട്ടങ്ങൾ, അവസരങ്ങൾ, ധനപരമായ ഉയർച്ചകൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. പ്രശസ്തിയും ധനവും ഒരേപോലെ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സമൂഹത്തിൽ അംഗീകാരങ്ങളും ബഹുമാനവും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രവർത്തനത്തിലൂടെ കൂടുതൽ അനുകൂലമായ കാര്യങ്ങൾ, നേതൃഗുണം വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മറ്റുള്ളവരെ ആകർഷിക്കുന്നതുമാണ്. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ അഥവാ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ആഡംബരപരമായ കാര്യങ്ങൾ, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. തൊഴിൽ മേഖലകളിൽ സന്തോഷകരമായ നിമിഷങ്ങൾ, അനുകൂലമായ അന്തരീക്ഷം ജീവിതത്തിലേക്ക് വന്നു ചേരും. കരിയറുമായി ബന്ധപ്പെട്ട് വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ, ലക്ഷ്യബോധം നിങ്ങളിലേക്ക് വന്നു ചേരും. കഠിനാധ്വാനത്തിലൂടെ ഇവ നേടിയെടുക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. പ്രധാനമായും ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. അത് ചെയ്യുന്ന പ്രവൃത്തികളിൽ പ്രതിഫലിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാണ്. ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കുംഭം രാശിക്കാരുടെ 2ാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥാനം ഉറപ്പിക്കുന്നത്. തന്മൂലം വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ധനം, കുടുംബം, സംസാരം, മൂല്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭാവമാണ് 2ാം ഭാവം. ശുക്രൻ സൗന്ദര്യം, പ്രണയം, കല, സമ്പത്ത്, സുഖ സൗകര്യങ്ങൾ എന്നിവയുടെ കാരകനുമാണ്. അതിനാൽ ഒത്തുചേരുമ്പോൾ ഗുണങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഈ രാശിയിൽ വരുന്നവർക്ക് വിവിധ മാർഗങ്ങളിലൂടെ ധനം വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ശുക്രൻ വഴി ധനപരമായ നേട്ടങ്ങൾ, ധനപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരുക, ഭാഗ്യം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. പണം സമ്പാദിക്കാനും അവ ഏറ്റവും അനുകൂലമായ രീതിയിൽ കൈകാര്യം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും. അത്തരത്തിലുള്ള യോഗം വന്നു ചേരും. ദീർഘകാലത്തേക്ക് സമ്പത്ത് നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുക, ശേഖരിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ പാരമ്പര്യമായ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടോ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതാണ്. വില കൂടിയ വസ്തുക്കൾ ഈ സമയം സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം.
അല്ലെങ്കിൽ സമ്മാനമായി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്തുവാനും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാനും സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ശുക്രന്റെ സാന്നിധ്യം ഐശ്വര്യവും സമൃദ്ധിയും ജീവിതത്തിൽ നൽകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ്. അതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. കൂടാതെ ഈ സമയം നല്ല ചിന്തകൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഉയർന്ന മൂല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. അത്തരം ചില കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആഗ്രഹിക്കുന്നതായ ആഹാരം ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത നിങ്ങൾക്ക് നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും.